കാട്ടാക്കട താലൂക്കിലെ കൊണ്ണൂർ ഗവൺമെന്റ് LPSലെ 75ാമത് വാർഷിക ആഘോഷം PTA പ്രസിഡന്റ് അൻവർ ഖാന്റെ അധ്യക്ഷതയിൽ നടന്നു. ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഷീബാദേവ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ T സനൽകുമാർ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഗതം ആശംസിച്ച ബഹുമാനിയായ മിസ്റ്റർ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ ശ്രീ മോഹനൻ നായരെ ചടങ്ങിൽ ആദരിച്ചു. മുൻപ് ഇതേ സ്കൂളിൽ താൻ പഠിച്ച രസകരമായ അനുഭവം പുതിയ തലമുറയോട് പറഞ്ഞപ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അതൊരു പുതിയ അനുഭവമായി മാറി. ഈ ഹാളില് ഞാൻ നിൽക്കുന്ന ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ 1, 2 ക്ലാസ്സുകളിൽ പഠിച്ചത്. അതിൽ എനിക്ക് അഭിമാനവും സന്തോഷവും ഉണ്ട്. അത് പ്രത്യേകിച്ച് 75ാം വർഷം, ഞാനിതൊന്നും പറഞ്ഞില്ല, 75ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാനിത് പഠിച്ച അക്ഷരം ആദ്യം കുറിച്ച് പഠിച്ച ഈ സ്ഥലത്ത് തന്നെ വരാൻ സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷമാണ്. പിന്നെ ഞാനെന്നിട്ട് ഇവിടെ ഈ പരമേശ്വരമുള്ള സാറ് താമസിക്കുന്ന ഈ വീട്, ഈ സ്കൂളിൻ്റെ ഇപ്പുറത്തെ സൈഡ് വരെയുള്ള എല്ലാ ഭാഗവും ഞങ്ങളുടേതായിരുന്നു. അന്ന് ഞങ്ങൾ ഓടിക്കളിച്ച് ഇവിടെ മതിലില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ധാരാളം കൂട്ടുകാരുണ്ട്. അപ്പുറത്തെ നെല്ലിമരം ഉണ്ടായിരുന്നു, മാവിൻ്റെ ചെറിയ മാങ്ങ കിട്ടുന്ന നാട്ടുമാവും അതേപോലെയുള്ളത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ്, അത് 56, 55, 56, 57 കാലഘട്ടങ്ങളിലാണ് ഞാനിവിടെ പഠിച്ചത്. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അമ്മ മരിച്ചപ്പം ആര്യനാട് പോകേണ്ടി വന്നു. ഇപ്പോൾ കോട്ടയിലാന്ന് പറഞ്ഞു. അവിടെയും സ്കൂളില്ല. അന്ന് സ്കൂളില്ലാത്ത ഒരവസ്ഥ. അവിടുന്ന് ഈഞ്ചപ്പുരിയിലേക്കും അതേപോലെ തന്നെ കുറ്റിച്ചൽ സ്കൂളിലേക്കും പ്രൈമറിയിൽ ഞാൻ അവിടെ പോയി പഠിച്ചു. ഇന്നത്തെ കുട്ടികളെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ ആണെങ്കിലും നമ്മൾ അമ്മയോ അച്ഛനോ ആരെങ്കിലും സ്കൂളിൽ കൊണ്ടുവിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മുടെ നാട്ടിൽ വന്ന ആ മാറ്റം, ജനങ്ങളിൽ വന്ന മാറ്റം. പക്ഷേ അന്ന് ഇവിടെ നിന്നും 9 കിലോമീറ്റർ ദൂരത്തിൽ ഈ 6 വയസ്സുള്ള 5 വയസ്സുള്ള ഞാൻ ഒറ്റയ്ക്ക്, അച്ഛൻ്റെ കൂടെ കച്ചവടമായിരുന്നതുകൊണ്ട് കൂടെ ഇല്ല. വൈകുന്നേരത്ത് ഞാൻ സ്കൂൾ വിട്ട് ഉടനെ പോകും. എവിടെ? കോട്ടയിലേക്ക്. അപ്പോൾ അങ്ങനെ പോയി പഠിച്ച ആ ഒരു കാലം. ശ്രീമതി ഷീബ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2022-23 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം 1/6/2022 ബുധനാഴ്ച PTA പ്രസിഡന്റ്, വാർഡ് മെമ്പർ, SMC ചെയർമാൻ, മറ്റംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയുണ്ടായി. വാർഡ് മെമ്പർ ശ്രീ രാഘവലാൽ, SMC ചെയർമാൻ ശ്രീധരൻ, SMC വൈസ് പ്രസിഡന്റ് ശാർങ്കധരൻ, SMC അംഗം കൊണ്ണിയൂർ സലീം, ഗോപിനാഥൻ എന്നിവർ ആശംസകളും ശ്രീമതി ഷീബ റാണി കൃതജ്ഞതയും പറഞ്ഞു. LSS പരീക്ഷയ്ക്കും ഓരോ ക്ലാസ്സിലെ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും ക്യാഷ് പ്രൈസും നൽകുകയുണ്ടായി. തുടർന്ന് സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മെമ്മന്റോവും നൽകുകയും ചെയ്തു. മീറ്റിംഗിന് ശേഷം കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടു കാതും കൂടാ
സന്തോഷങ്ങൾക്കിടയിലും ദുരിതം അനുഭവിക്കുന്ന കുറച്ച് ടീച്ചേഴ്സ് അവരുടെ സങ്കടങ്ങൾ തേർഡ് ഐ വിഷനോട് പറയുകയുണ്ടായി. ഞാൻ ഗവൺമെന്റ് LPS കൊണ്ണിയൂരിലെ 2013 ശേഷം കയറിയ പ്രീ പ്രൈമറി ടീച്ചറാണ്. നമ്മളവിടെ നല്ല നല്ല പ്രവർത്തനങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷേ ഞങ്ങൾ 2013 മുതലുള്ളവർക്ക് ശമ്പളമില്ല. ഞങ്ങൾ വെറും തുച്ഛമായ വേതനത്തിലാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മളെ മക്കളുടെ സന്തോഷം, അവർ ഓരോ സഭയിലും നമ്മളെ വിളിക്കുന്നതും അതിൻ്റെ ഇതുകൊണ്ട് നമുക്ക് ഇട്ട് കളഞ്ഞിട്ട് പോകാനും പറ്റാത്ത സ്ഥിതിയാണ്. വളരെ നല്ല രീതിയിലാണ് ഇത് പോകുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതും വളരെ സന്തോഷമുണ്ട്. അതിലും 2013 ശേഷം തുടങ്ങിയ പ്രീ പ്രൈമറി അംഗീകരിക്കാനുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കണമെന്നാണ് ഞങ്ങളൊരു അഭിപ്രായം. 45 കുട്ടികളോളം നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് നഴ്സറിയിൽ. പിന്നെ ഇവിടെ നിന്ന് പോണ കുട്ടികൾ തന്നെയാണ് ഇപ്പൊ ഈ സ്കൂളിലുള്ളത്. ഈ നഴ്സറി പഞ്ചായത്തിൽ നിന്നാണ് ഇപ്പോൾ ഇവർക്ക് വേതനം നൽകിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷത്തിലേറെയായി സേവനമനുഷ്ഠിക്കുന്ന ഇവരെ കൂടി സ്ഥിരപ്പെടുത്തണമെന്നാണ് ഇവർ സർക്കാരിനോട് പറയുന്നത്. തേർഡ് ഐ വിഷന് വേണ്ടി ക്യാമറമാൻ കുക്കു ശ്രീകുമാറിനോടൊപ്പം റിപ്പോർട്ടർ രമേഷ് ഗോപാൽ.